Hello everyone, good afternoon. ഇപ്പോൾ മെൽബൺ സമയം 2:30 ഇപ്പോൾ മെൽബണിലെ വിക്ടോറിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മെൽബണിലെ സെന്റ് പാട്രിക്സ് കത്തീഡ്രലിന്റെ നടുമുറ്റത്താണ് നിൽക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ആനുവൽ ക്രിസ്മസ് ആയിരുന്നു. രാവിലെ 10 മണിക്ക് കുർബാന. ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ്, 4 ഞങ്ങളുടെ ഓക്സിലറി ബിഷപ്പുമാർ, 300ഓളം ഇവിടുത്തെ വൈദികർ, സന്യസ്തര്, രൂപതയുടെ അംഗങ്ങളെല്ലാവരും കുർബാനയിലുണ്ടായിരുന്നു. അതിനുശേഷം റീസ്ലി കൊളീജിയാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ലഞ്ച് ഒരുമിച്ച് കഴിച്ചു. അതിനുശേഷം അച്ഛന്മാരെല്ലാം പിരിഞ്ഞു പോയി. മെൽബൺ അതിരൂപതയുടെ ഭദ്രാസന ദേവാലയം, സെന്റ് പാട്രിക്സ് കത്തീഡ്രൽ. 1853 ഇതിന്റെ ജോലിയെല്ലാം ശിലാസ്ഥാപനം നടന്നത്. സെന്റ് പാട്രിക്സ് ആണ് രൂപതയുടെ പേട്രൺ. ഈ കത്തീഡ്രൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1850 ഇതിന്റെ ജോലി തുടങ്ങുന്നത്. അത് മനോഹരമായ കത്തീഡ്രലാണ്. ഒത്തിരി വർഷങ്ങളെടുത്തു ഇത് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ഐറിഷ് പാരമ്പര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സെയിന്റ് പാട്രിക്സ് അയർലൻഡിന്റെ വിശുദ്ധനാണ്. ആ വിശുദ്ധന്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പിന്റെ പേര് പീറ്റർ കമൻസോളിയാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ കുർബാന കൂടി പിതാവിന്റെ നേതൃത്വത്തിൽ പിതാവിനെ കണ്ടു. നമ്മളിങ്ങനെ ഹോളി വീക്കിന് വേണ്ടി ചർച്ച് പ്രിപ്പയർഡാണ്. രൂപങ്ങളെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. ആകെ ഏകദേശം 200 വർഷത്തെ ചരിത്രമേ ഉള്ളൂ ഓസ്ട്രേലിയക്ക്. അപ്പം ഓസ്ട്രേലിയയുടെ അത്രയും ചരിത്രം ഉള്ളപ്പോൾ അത്രയും തന്നെ ചരിത്രമേ ഉള്ളൂ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിക്കും. ഒരു 150-175 വർഷത്തെ ചരിത്രമുള്ളൂ ഓസ്ട്രേലിയൻ സഭയ്ക്ക്. അപ്പോൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വരുന്നത് ഇംഗ്ലീഷുകാരാണ്, അയർലൻഡുകാരും ഓഫ് കോഴ്സ്. അപ്പോൾ ഐറിഷ് മിഷണറീസ് വന്നിട്ടാണ് ഇവിടെ സഭ സ്ഥാപിക്കുന്നത്, രൂപതകൾ സ്ഥാപിക്കുന്നത്, ഇടവപ്പള്ളികൾ സ്ഥാപിക്കുന്നത്, സെമിനാരികൾ സ്ഥാപിക്കുന്നത്. അപ്പം ഓസ്ട്രേലിയയിൽ തന്നെ വലിയൊരു രൂപതയാണ് മെൽബൺ അതിരൂപത. ഏകദേശം നമുക്ക് 275 ഇടവപ്പള്ളികളുണ്ട്. 250 ക്ലർജിയുണ്ട് ഇൻ ആക്ഷൻ. ഒരു 100 റിട്ടയർഡ് ക്ലർജിയുണ്ട് നമുക്ക്. ആർച്ച് ബിഷപ്പ്, 4 ഓക്സിലറി ബിഷപ്പുമാർ, അത്രയും കൂടി 300 കാത്തലിക് സ്കൂളുകൾ. അതിൻ്റെ എല്ലാം ആസ്ഥാന ദേവാലയമാണിത്. ഇത് ഓരോ ചാപ്പൽസാണ് കത്തീഡ്രലിലുള്ളത്. ഏകദേശം 9 ചാപ്പൽസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ സൈഡ് ഓൾട്ടേഴ്സ് ഓരോ വിശുദ്ധന്മാർക്ക് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അവിടെ ഓസ്ട്രേലിയയിൽ ഒരേ ഒരു വിശുദ്ധയേ ഉള്ളൂ, സെന്റ് മേരി ഓഫ് ദ ക്രോസ് മക്കിലപ്പ്. അപ്പോൾ മക്കിലപ്പിന്റെ ചാപ്പലിലേക്ക് പോകാം. സെന്റ് മേരി ഓഫ് ദ ക്രോസ് മക്കിലപ്പ് ഒരു ഓസ്ട്രേലിയൻ സെയിന്റ് ആണ്. മെൽബണിലാണ് മേരി മക്കിലപ്പ് ജനിച്ചത്. മേരി മക്കിലപ്പ് ചാപ്പൽ. ഓസ്ട്രേലിയയിൽ ഈ കത്തീഡ്രലിനോട് ചേർന്ന് തന്നെയുള്ള ഫിറ്റ്സ്റോയ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേരി മക്കിലപ്പ് ജനിച്ചത്. അപ്പം ഓസ്ട്രേലിയയിൽ മെൽബണിൽ സ്ഥാപിതമായ ഒരു സന്യാസ സമൂഹം, അതിൻ്റെ സ്ഥാപികയാണ് മേരി മക്കിലപ്പ്. ഒരു ആദ്യത്തെ സെയിന്റ്, നമ്മുടെ ഒരേ ഒരു സെയിന്റ്. അപ്പോൾ മേരി മക്കിലപ്പിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ചാപ്പലാണിത്. ഈ ചാപ്പല് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് A Lady of Walsingham. മനോഹരമായൊരു ചാപ്പലാണ്. നമ്മളിനി മെൽബൺ കത്തീഡ്രലിന്റെ മറ്റൊരു അട്രാക്ഷൻ, മറ്റ് പല യൂറോപ്യൻ കത്തീഡ്രലൊക്കെ ഉള്ളതുപോലെ തന്നെ മനോഹരമായൊരു പൈപ്പ് ഓർഗൻ. ഇതിന്റെ കൃത്യമായൊരു ചരിത്രമൊന്നും എനിക്കറിഞ്ഞുകൂടാ, എന്നാലും ഇത് വളരെ നല്ലൊരു ചരിത്രമുണ്ട് ഇതിവിടെ സ്ഥാപിച്ചതിൽ. നല്ല മനോഹരമാണ് ഇത് പ്ലേ ചെയ്യുമ്പോൾ.
കുർബാനയ്ക്കും മറ്റു സർവീസിനും ഒക്കെ. ഇതാണ് മെയിൻ സാങ്ച്വറി. അൽത്താര, കത്തീഡ്ര ആർച്ച് ബിഷപ്പിന്റെ ഇരിപ്പിടം. കത്തീഡ്രലിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട്. രാവിലെ കുർബാനയുണ്ട്, ഉച്ചക്ക് ഇവിടെ ഇങ്ങനെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട്, ഓഫീസിലുള്ള ഓഫീസ് സ്റ്റാഫിന് വേണ്ടിയിട്ട്, സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഉച്ച സമയത്ത് ഇവിടെ ഒരു കുർബാനയുണ്ട്. നല്ലൊരു അറ്റൻഡൻസ് ഉണ്ടാവും കുർബാനയ്ക്ക്. പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് 6:30 ഹോളി അവർ ഇവിടെ വളരെ പോപ്പുലറാണ്. അത് യൂത്തിന് വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 150-150 യൂത്ത് യങ്സ്റ്റേഴ്സ് ആ ഒരു ഹോളി അവർ സമയത്ത് ഇവിടെ വരും. അത് നല്ലൊരു ലിറ്ററേച്ചർ പ്രോഗ്രാമാണ് കത്തീഡ്രലിൽ നടക്കുന്നത്. നമ്മൾ പിൻഭാഗത്ത് കാണുന്നത് മനോഹരമായൊരു സ്റ്റെയിൻ ഗ്ലാസ് വർക്ക്. ഒത്തിരി ടൂറിസ്റ്റുകൾ നമ്മുടെ ഈ കത്തീഡ്രലിൽ വരാറുണ്ട്. അപ്പം കൂടുതൽ പ്രാർത്ഥിക്കാൻ വരുന്നതോടൊപ്പം തന്നെ കത്തീഡ്രൽ കാണാൻ ഒത്തിരി ടൂറിസ്റ്റ്, ഏഷ്യയിൽ നിന്നും ചൈനീസ് ടൂറിസ്റ്റ്, ഏഷ്യൻ ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി വരാറുണ്ട്. മെൽബൺ ആർച്ച് ബിഷപ്പിനെ ഒന്ന് കാണാം. അതിന്റെ പടം കാണാം. മെൽബൺ ആർച്ച് ബിഷപ്പ് പീറ്റർ ആൻഡ്രൂ കമൻസോളി. അദ്ദേഹം ആക്ച്വലി സിഡ്നിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം, സ്വന്തം രൂപത. ഒരു 8 വർഷം മുമ്പ് മെൽബണിലെ ആർച്ച് ബിഷപ്പായിട്ട് അവിടെ വന്നു. വളരെ നല്ലൊരു പിതാവാണ്, എല്ലാവരോടും നല്ല സ്നേഹമാണ്, വളരെ പാസ്റ്റലാണ്. ഈസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. നമ്മള് ഏറ്റവുമല്ല മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണിത്. ബാപ്റ്റിസം ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്, കത്തീഡ്രലിലെ. ഇപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ന്യൂസിലൻഡിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റോൺ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ബാപ്റ്റിസം ഇതിന്റെ ഓഫ്കോഴ്സ് ഇതിന്റെ അകത്താണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാവാം, ഐ ഡോണ്ട് നോ, ഹാഡ് സീൻ. ഇവിടെ ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് ബാപ്റ്റിസം നടക്കുന്നത്. നമ്മുടെ വീണ്ടും കത്തീഡ്രലിന്റെ വാതിലിന്റെ മുന്നിലാണ്. നമുക്ക് ഇതിലെ നടന്ന് കത്തീഡ്രൽ ഗാർഡനിലേക്ക് പോവാം. അതിനു മുന്നേ കത്തീഡ്രൽ ഗാർഡനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആർച്ച് ബിഷപ്പ് മാനിക്സിന്റെ മനോഹരമായ ഒരു സ്റ്റാച്യു ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഒരു പ്രോമിനന്റ് പേഴ്സണാലിറ്റിയാണ് മെൽബണിൽ, ഓസ്ട്രേലിയയിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മനോഹരമായ സ്റ്റാച്യു സ്ഥാപിച്ചിരിക്കുന്നത്. ഐറിഷ് ആണ്, ബൈ ബർത്ത് ഈസ് ഐറിഷ് പ്രീസ്റ്റ്, came to Melbourne. ഒത്തിരിയേറെ സംഭാവനകൾ മെൽബൺ സഭയ്ക്കും ഇത് നൽകിയൊരു വലിയൊരു പിതാവാണ് ആർച്ച് ബിഷപ്പ് മാനിക്സ്. നേരത്തെ സൂചിപ്പിച്ചൊരു ഗോത്തിക് സ്റ്റൈലിൽ പണിതതാണ്. ഈ കല്ലിന്റെ പ്രത്യേകത ബ്ലൂ സ്റ്റോൺ ചർച്ചസ് എന്ന് പറയും. ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടാണ് പള്ളി മൊത്തം പണിതിരിക്കുന്നത്. ബ്ലൂ സ്റ്റോൺ വർക്കാണ്. മേരി മക്കിലപ്പ് അമ്മയുടെ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ വിശുദ്ധയാണ് അവരുടെ സ്റ്റാച്യു ചെയ്തിരിക്കുന്നത്. കത്തീഡ്രലിന്റെ വേറൊരു വശത്ത് സഭയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ 2 വിശുദ്ധരുടെ സ്റ്റാച്യൂസ് ഉണ്ട്. സെയിന്റ് കാത്തറിൻ ഓഫ് സിയന്ന, അടുത്തത് നമ്മുടെ വരാപ്പുഴ കത്തീഡ്രൽ ഫ്രാൻസിസ് അസീസിന്റെ നാമധേയത്തിലാണ്. ഈ കത്തീഡ്രൽ സെന്റ് പാട്രിക്സിന്റെ നാമധേയത്തിലാണെങ്കിലും ഫ്രാൻസിസ് അസീസ്
സി വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സെയിൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു. സാധാരണ നമ്മുടെ രൂപതകളിലൊക്കെ ക്രിസ്മസ് പെസഹ വ്യാഴാഴ്ച രാവിലെയാണ് ആഘോഷിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെ വരാൻ കാരണം ഇന്ന് മെൽബൺ രൂപതയിൽ ഇന്ന് പെസഹ ആഴ്ചയുടെ ചൊവ്വാഴ്ച ദിവസമാണ് ട്രഡീഷണലി ക്രിസ്മസ് കുർബാന ആഘോഷിക്കുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബൺ രൂപത വളരെ വിശാലമാണ്. 250ഓളം ഇടവകളുണ്ട്. സിറ്റി ഇടവകളുണ്ട്, ഇന്നർ സിറ്റി ഇടവകളുണ്ട്, ഔട്ടർ സബർബുണ്ട്. പിന്നെ നമ്മളുടെ മറ്റു ഒത്തിരി ഇടവകൾ കൺട്രി സൈഡിലാണ്, ഒത്തിരി ദൂരങ്ങളിലാണ്. അപ്പോൾ വൈദികർക്കും ദൈവജനത്തിനൊക്കെ വരാനും തിരിച്ചു പോകാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച വെക്കാതെ ചൊവ്വാഴ്ച തന്നെ നമ്മളിവിടെ ട്രഡീഷനാണ് അത് ആഘോഷിക്കുന്നത്. നമ്മൾ രാവിലെ കുർബാന കഴിഞ്ഞു, അതിന്റെ ഭാഗമായിട്ട് പ്രീസ്ലി കൊളീജിയാലിറ്റി ഭാഗമായിട്ടുള്ളൊരു ലഞ്ച് കഴിഞ്ഞു. എല്ലാ വൈദികരും എല്ലാം ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് കാണാം, ഓരോരുത്തർ പോകുന്നതൊക്കെ കാണാം. അപ്പോൾ വളരെ മനോഹരമായൊരു ഒരു നല്ലൊരു ബ്ലെസ്സഡ് ഡേ ആയിരുന്നു. ആ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളും തിരിച്ച് ഞങ്ങളുടെ ഇടവയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പെസഹ ആഴ്ച. ഹാവ് എ ബ്ലെസ്സഡ് ഹോളി വീക്ക്. ഹാവ് എ ബ്ലെസ്സഡ് ഈസ്റ്റർ. Thank you very much. Thank you for watching this video. Maybe see you later.